തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ജനങ്ങൾക്ക് മുന്നിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ വിസ്മരിക്കുന്നത് പതിവാക്കിയ ജനപ്രതിനിധികൾ ജീവിക്കുന്ന നാടാണ് ഇത്. വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രമാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം. എന്നാൽ അവിടെ വ്യത്യസ്തമാകുകയാണ് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ. പത്തനംതിട്ട ഗവി വാർഡിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശിവ ഗുരുസ്വാമിയെ വിജയിപ്പിച്ചാൽ ആദിവാസി ഊരുകളിൽ വെളിച്ചമെത്തിക്കുമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ഇതോടെ ആദിവാസി ഊരിന് നൽകിയ വാഗ്ദാനവും പഴങ്കഥയാകേണ്ടതാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിലും പുതുവർഷ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിച്ചു. ആദിവാസി ഊരുകളിൽ അവർ വെളിച്ചമെത്തിച്ചു. പത്തനംതിട്ട ഗവിക്ക് സമീപമുള്ള സായ്പിൻകുഴി ആദിവാസി ഉന്നതിയിലാണ് യൂത്ത് കോൺഗ്രസ് വെളിച്ചം എത്തിച്ച് നൽകിയത്. ജനങ്ങൾ തങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വാഗ്ദാനം പഴങ്കഥയായെന്ന് പറഞ്ഞ് കോൺഗ്രസിന് കൈകഴുകാമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇറങ്ങിയ യൂത്ത് കോൺഗ്രസ് സായ്പിൻകുഴി ഉന്നതിയിൽ വെളിച്ചമെത്തിച്ചാണ് വാക്കാണ് സത്യം എന്ന് തെളിയിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലാണ് 30 കുടുംബങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വെളിച്ചമെത്തിച്ചത്. ഇതിനു പുറമെ ഫാനുകളും കുടിലുകളിൽ എത്തിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളുടെ ദുരവസ്ഥ കണ്ട് അവരെ കൈവിടാൻ തോന്നുന്നില്ല എന്നാണ് നഹാസ് പറഞ്ഞത്. ചില ഡോക്ടർമാരുടെയും വ്ലോഗർമാരുടെയും സഹായത്തോടെയാണ് കുടിലുകളിൽ യൂത്ത് കോൺഗ്രസ് വെളിച്ചമെത്തിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തെ വാക്ക് പാലിച്ചത്. മൂഴിയാർ സായ്പിൻകുഴി ആദിവാസി ഉന്നതിയിലേക്ക് സോളാർ പാനലുകളുമായി പോയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയെയും പ്രവർത്തകരെയും വനപാലകർ തടഞ്ഞത് വലിയ വാർത്ത സൃഷ്ടിച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വനപാലകർ തടഞ്ഞു. നഹാസ് പത്തനംതിട്ടയും കൂട്ടരും ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. പിന്നാലെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസിന് ആദിവാസി ഉന്നതിയിലേക്ക് വഴി തുറന്നത്. വനപാലകരുടെ തെറ്റായ നയങ്ങൾ കാരണം വെളിച്ചം കിട്ടാൻ കാത്തിരുന്ന മൂഴിയാർ ഊര് നിവാസികൾ നിരാശരായതോടെയാണ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ടത്. രാവിലെ DCC ഓഫീസിൽ നിന്നും പ്രൊഫസർ PG കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് അയച്ച യൂത്ത് കോൺഗ്രസിന്റെ സോളാർ ട്രക്കാണ് വനപാലകർ തടഞ്ഞത്. വനപാലകർ ഇടപെട്ടതോടെ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഈ ഇടപെടലിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഊരിൽ എന്ത് പ്രതിസന്ധി വന്നാലും വെളിച്ചമെത്തിക്കുമെന്നും നഹാസ് പത്തനംതിട്ട അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പറഞ്ഞ വാക്ക് പാലിച്ച് സോളാർ ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളും യൂത്ത് കോൺഗ്രസ് എത്തിച്ചു നൽകിയത്. പദ്ധതി ഇവിടം കൊണ്ടും നിർത്താൻ ഒരുക്കമല്ലെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. രണ്ടാം ഘട്ടമായി ഉന്നതിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വെളിച്ചമെത്തിക്കാനുള്ള പദ്ധതിക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. ആധാർ കാർഡുകൾ അടക്കം ഇവിടുത്തെ ജനങ്ങൾക്ക് നിഷേധിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടിവെള്ളവും വൈദ്യുതിയും എത്തിക്കാൻ സാധിക്കില്ലെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. ഗവി വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് മത്സരിച്ച കോൺഗ്രസ് ആണ് ജയിച്ചാൽ വാർഡിൽ വെളിച്ചമെത്തിക്കുമെന്ന് അറിയിച്ചത്. എന്നാൽ തോൽക്കുകയായിരുന്നു. എങ്കിലും പാവപ്പെട്ട കുടുംബങ്ങളുടെ ദുരവസ്ഥ പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത യൂത്ത് കോൺഗ്രസ് ആദിവാസി ഊരുകളിൽ വെളിച്ചമെത്തിച്ചാണ് വാക്ക് പാലിച്ചത്. വരും നാളുകളിൽ കൂടുതൽ വീടുകളിൽ വെളിച്ചമെത്തിച്ച് ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമെത്തിച്ച് നൽകാൻ സാധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഉറപ്പു നൽകുന്നുണ്ട്.